ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഈ നാലാം ഘട്ട തെരഞ്ഞെടുപ്പിൽ എല്ലാ ജനങ്ങളും വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എല്ലാവരും വോട്ടവകാശം വിനിയോഗിക്കണമെന്നും ജനാധിപത്യം ശക്തിപ്പെടുത്താൻ ജനങ്ങൾ എല്ലാവരും വോട്ട് രേഖപ്പെടുത്തണമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നാലാം ഘട്ടത്തിൽ 10 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 96 സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ഈ മണ്ഡലങ്ങളിലെ യുവ വോട്ടർമാർ ഉൾപ്പെടെയുള്ള എല്ലാവരും വോട്ട് രേഖപ്പെടുത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സ്ത്രീ വോട്ടർമാരും ഈ കുതിപ്പിന് ശക്തി പകരും. എല്ലാവരും വോട്ട് രേഖപ്പെടുത്തി കടമ നിർവഹിക്കൂ. ഇതുവഴി നമ്മുടെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താം എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചത്. ജമ്മു കാശ്മീരിലെ വോട്ടർമാർ പോളിംഗ് ബൂത്തിൽ എത്തണമെന്ന് വോട്ട് രേഖപ്പെടുത്തണമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പറഞ്ഞു. രാജ്യത്തിന്റെ പൈതൃകത്തെ ബഹുമാനിക്കുന്ന സർക്കാർ രൂപീകരിക്കുന്നതിനായി എല്ലാ ജനങ്ങളും വോട്ട് രേഖപ്പെടുത്തണം. പിന്നോക്ക വിഭാഗത്തിന്റെ ക്ഷേമത്തിനാണ് ഈ സർക്കാർ ശ്രമിക്കുന്നത്. വികസിത ഇന്ത്യയിലേക്കുള്ള യാത്രയാണിത്. ജനങ്ങളുടെ ഓരോ വോട്ടും സുസ്ഥിരവും ശക്തവുമായ ഒരു സർക്കാരിന്റെ ശക്തിക്കായി പ്രവർത്തിക്കുമെന്നും അമിത്ഷാ പറഞ്ഞു. 1717 സ്ഥാനാർത്ഥികളാണ് ഈ ഘട്ടത്തിൽ ജനവിധി തേടുന്നത്. 10 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 96 സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ്. ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ബംഗാൾ, മധ്യപ്രദേശ്, ബീഹാർ, ഒഡീഷ, ജാർഖണ്ഡ്, ജമ്മു കാശ്മീർ എന്നീ സംസ്ഥാനങ്ങളിലെ ജനങ്ങളാണ് ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. 17.70 കോടി വോട്ടർമാരാണ് ഈ ഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലേക്ക് എത്തുക. ഇതിൽ 8.73 കോടി സ്ത്രീകളും 8.97 കോടി പുരുഷന്മാരുമാണ് ഉള്ളത്. നാലാം ഘട്ടത്തോടെ ലോക്സഭയിലെ 543 സീറ്റുകളിൽ 381 എണ്ണത്തിലേക്കുമുള്ള മത്സരം ഇതോടെ പൂർത്തിയാകും.